പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ഒരു തിരുവചന ഭാഗം ഇന്ന് നമുക്കായിട്ട് കർത്താവ് തന്നിട്ടുണ്ട്. നമുക്ക് പരിചിതമായ ഒരു തിരുവചന ഭാഗമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം, 1, 2, 3 അങ്ങനത്തെ അധ്യായങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. നമുക്കറിയാം, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവം നിയോഗിച്ചത് മോശയെയാണ്. എന്നാൽ മോശയ്ക്ക് ദൈവം പറഞ്ഞ കാനാൻ ദേശത്ത് കടക്കാനുള്ള പെർമിഷൻ കിട്ടിയില്ല. അവിടെ നിന്ന് തൻ്റെ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിയാ ജോഷുവ. അപ്പൊ ജോഷുവയുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളും ഇസ്രായേൽക്കാരെ നയിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഒരുവൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വരെ ആ വ്യക്തി പോകത്തുള്ളൂ. മോശയെ വിളിക്കുമ്പോൾ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ വരെയേ ദൈവം മോശയെ കൊണ്ടുപോയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യവുമില്ല. മോശയോട് പറഞ്ഞു, നീ കാനാൻ ദേശം കാണാൻ പറ്റും, കാല് കുത്തത്തില്ല. അതുകൊണ്ട് ഈ മലയിലെ മോളിൽ കയറി നിന്ന് അത് കണ്ടു. ഒരിക്കലും മോശ അവിടെ നിലവിളിച്ചില്ല, എന്നാലും എൻ്റെ കർത്താവേ, ഈ ചതി എന്നോട് ചെയ്യണ്ടായിരുന്നല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടുന്ന് ഈ ജനത്തെയൊക്കെ നയിച്ചുകൊണ്ട് ഇവിടം വരെ വന്നു. ഇച്ചിരിയും കൂടെ നടന്നാൽ ഞങ്ങൾക്ക് കാനാൻ ദേശം എത്തും. ഒരു 3 ദിവസത്തെ കൂടെ യാത്രയേ ഉള്ളൂ. അതുകൂടെ നടന്നാൽ കാനാൻ ദേശം എത്തുമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിച്ചോ എന്നൊന്നും പറഞ്ഞില്ല. യഥാർത്ഥ ദൈവ മക്കൾ, ദൈവ ശുശ്രൂഷകർ, ദൈവത്തിൻ്റെ പാത പിന്തുടരുന്നവർ ദൈവത്തിൻ്റെ വാക്കുകൾ അക്ഷരം പതി അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യം. അടുത്ത ദൗത്യം ദൈവത്തിന് ജോഷുവയെയാണ് ഏൽപ്പിക്കാനുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളൊത്തിരി സ്നേഹവും ഇഷ്ടവും കരുതലും തോന്നുന്നത്. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഇതുപോലെ പ്ലാൻ ഉണ്ട്. പലപ്പോഴും നമുക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിൻ്റെ പ്ലാന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലം വരെ ഉണ്ടാകണോ നമ്മുടെ പ്ലാന്, നമ്മുടെ വിചാരം. അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ദൈവം നമ്മളെ പറഞ്ഞയക്കുന്നത്. ചിലപ്പോൾ ആ വ്യക്തിക്ക് ദൈവം പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നത് കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മൾ അടുത്ത ദൗത്യമാക്കി ഏൽപ്പിക്കുന്നത്. പിന്നീട് ആ വ്യക്തിയെ നയിക്കുന്നത് വേറൊരാളായിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചിലരുടെ രക്ഷയ്ക്കും ആത്മീയ ഉണർവിനും വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കരുത്. അതായിരിക്കണമെന്നില്ല ദൈവ പദ്ധതി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൗത്യത്തിൻ്റെ, ഈ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരുന്ന ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് മോശയെ നിയോഗിക്കുന്നതിന് പകരം ജോഷുവാനെ ദൈവം നിയോഗിക്കുകയാണ്. ജോഷുവാനെ ദൈവം നിയോഗിക്കുമ്പോൾ ഒരു 2-3-4 കാര്യങ്ങൾ ദൈവം ജോഷുവോട് ആദ്യം തന്നെ പറയുകയാണ്. ജോഷുവെ വിളിച്ചിട്ട് കർത്താവ് പറയുകയാ, എൻ്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഇസ്രായേൽ ജനത്തിന് നൽകാൻ പോകുന്ന ദേശത്തേക്ക് പോകണം. കർത്താവ് മോശയിലൂടെ ജോഷുവാനെ തന്നെ നിയോഗം അറിയിച്ചതാ. എന്നിട്ടും ജോഷുവ വെയിറ്റ് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയാ? മോശ മരിച്ചിട്ടും ജോഷുവ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അവിടാണ് വലിയ ഒരു കാര്യമുള്ളത്. നമ്മളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, ഒരു വഴിക്ക് നമ്മളെ വിടുമ്പോൾ ദൈവ ശബ്ദം കേൾക്കുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ കുഴപ്പവും ഇവിടെയാണ്. ദൈവശബ്ദം കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരു ധ്യാനത്തിന് കൂടി തിരിച്ചു വന്ന് പിറ്റേ ദിവസം മുതൽ നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരനായി, പ്രാർത്ഥന ഗ്രൂപ്പിൽ ലീഡറായി.
അവസാനം ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരു വഴിയാകുമ്പോൾ നമ്മൾ പരിപാടി നിർത്തും. മാത്രമല്ല, നമ്മളെക്കുറിച്ച് പറയും, ഇവൻ ആ ധ്യാനത്തിന് പോയത് കൊണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കയറിയത് കൊണ്ട് അത് കുളവായെന്ന് പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയിലൂടെ ദൈവം വിടുന്നത് വരെയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ദൈവം പറയണം, ജോഷുവോട് പറഞ്ഞതുപോലെ, ജോഷു നീ എണീക്ക്, നീ പ്രവർത്തിക്കേണ്ട സമയമായി. കാരണം എൻ്റെ ദാസനെ മോശ മരിച്ചു കഴിഞ്ഞു. ഇനി ജനം വളരെ വേഗം മുൻപോട്ട് പോകേണ്ട സമയമാണ്. അതുകൊണ്ട് നീ നിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുക. എന്നിട്ട് ദൈവം ചില കൊച്ചുപദേശങ്ങൾ കൊടുക്കുകയാണ്. ഒന്ന്, ജോഷുവയുടെ കർത്താവ് പറയുകയാ, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ഈ ജോഷുവയുടെ കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യമാ. നീ ഒരു കാര്യം ആലോചിച്ചോണം, നീ ജനത്തെ നയിക്കാൻ പോകുമ്പോൾ നിനക്ക് തരുന്ന ഒന്നാമത്തെ കാര്യമാ, നിന്റെ ആയുഷ്കാലം അത്രയും ഒരാളും നിന്നെ തോൽപ്പിക്കത്തില്ല. അടുത്ത കാര്യം കർത്താവ് പറയുകയാ, ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. ഞാൻ മോശയോടുകൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. അടുത്ത കാര്യം പറയുകയാ, നീ ശക്തനും ധീരനുമായിരിക്കണം. നീ ശക്തനും ധീരനുമായിരിക്കണം. വീണ്ടും പറയുക, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആരംഭത്തിൽ തന്നെ ദൈവം ജോഷുവോട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ആ ദൗത്യം വിജയിപ്പിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്ന്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നീ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവുമായിട്ട് നീ മുമ്പോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും നിനക്ക് അതിൻ്റെ മുകളിൽ ഒരു വിജയം ദൈവം തരും. ആ പ്രതിസന്ധിയോട് ഒന്നും നീ തോറ്റുപോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വിജയം എപ്പോഴും നിന്റെ കൂടെ ആയിരിക്കും. കർത്താവിൻ്റെ വാക്കാണ്. വീണ്ടും പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ ഞാൻ കൈവിട്ടു പോകത്തില്ല. ഇതിനൊരിക്കലും ഞാൻ കൈവിടത്തില്ല. മോശയോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, ഒരിക്കലും കൈവിടത്തില്ല. ദൈവത്തിൻ്റെ വാക്കാ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടത്തില്ല. മോശയുടെ കൂടെ എങ്ങനെ ദൈവം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. വീണ്ടും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ധൈര്യമുള്ളവനായിരിക്കണം, ശക്തനും ധീരനുമായിരിക്കണം. കാരണം ഒരു ഭീരുവായ ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രതിനിധീകരിച്ച് പോകാൻ പറ്റത്തില്ല. മുൻപിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് വിഷയം വന്നാലും അതിനെ നോക്കി ഭയപ്പെടുന്നവൻ, പേടിക്കുന്നവന് അവന് ദൈവത്തോട് കൂട്ടില്ല, ദൈവത്തിന് ആവശ്യമില്ല. ഏത് പ്രതിസന്ധി മുമ്പിൽ വന്നാലും എൻ്റെ ദൈവം അതിനൊരു വഴി എൻ്റെ ജീവിതത്തിൽ തുറക്കും, എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്നെ നടത്തുമെന്നുള്ള ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് കർത്താവ് പറയുകയാണ്. വീണ്ടും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഞാനും ഉണ്ടായിരിക്കും. നീ ഒറ്റയ്ക്ക് എവിടെ പോകേണ്ടി വരത്തില്ല. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഞാനും ഉണ്ടായിരിക്കും. ഇങ്ങനെ 4 കാര്യങ്ങൾ ആരംഭത്തിൽ തന്നെ കർത്താവ് ജോഷുവക്ക് പറഞ്ഞു കൊടുത്തു. ഇന്ന്
കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ തരും. എൻ്റെ കർത്താവിന് നമ്മളിലൂടെയുള്ള ദൗത്യം നിറവേറുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. കർത്താവ് പറയുകയാണ്, ഇതില്ലാത്ത നമ്മൾ വെറും ഒരു വിശ്വാസി എന്ന പേരിൽ മാത്രമായി പോകും. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാ കർത്താവിന് വേണ്ടി ജീവിക്കാൻ മരിക്കാനൊക്കെ നമുക്ക് പറ്റുന്നത്. ഇന്ന് ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമുക്ക് വേണ്ട ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. കർത്താവ് ഒരിക്കൽ കൂടി 4 കാര്യങ്ങളും പറയുകയാ. ഒന്ന്, നിന്റെ ആയുഷ്കാലം അത്രയും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ നിന്റെ കൂടെ ഉണ്ട്. രണ്ടാമത്, മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവിക സാന്നിധ്യം അതുപോലെ നിന്റെ കൂടെ നിൽക്കും. ഒരിക്കലും നിന്നെ കൈവിട്ട് പോകത്തില്ല. അടുത്ത കാര്യം, ശക്തനും ധീരനുമായ ഒരു വ്യക്തിയായിട്ട് നീ നിൽക്കണം. വീണ്ടും കർത്താവ് പറഞ്ഞ കാര്യം, നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഈ വാക്ക് ഒന്ന് എഴുതിയിടുന്നത് നല്ല, നമ്മുടെ വീട്ടിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എവിടെയെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് ആവശ്യമാണ്. ഇതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീണു പോകുന്നതും പ്രയാസപ്പെട്ടു പോകുന്നതും ഒരു ക്രിസ്തു സാക്ഷിയാകാതെ പോകുന്നതും ഒക്കെ. വീണ്ടും മനോഹരമായ ഒരു കാര്യം കർത്താവ് എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ജോഷുവ. ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും, ആർക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. മോശയുടെ കൂടെ ഉള്ള പോലെ ഉണ്ടായിരിക്കും, നിന്റെ ജീവിതാവസാനം വരെ ഞാൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇത് വാഗ്ദാനം ഒരിക്കലും പോകത്തില്ല. ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകുന്നത്. ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നിന്നെ കുറിച്ചിട്ടുള്ള എൻ്റെ ദൗത്യം എന്നത് ചോദിച്ചാൽ, നീ ഈ ജനത്തിന് ഞാൻ നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടതിനാണ് നിന്നെ ഞാൻ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ ദൗത്യമാ അത്. ഈ ജനത്തിനോട്, ഇവരുടെ പിതാക്കന്മാരോട് ഇവർക്ക് ഞാൻ വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഇവരെ നയിച്ച് ഇവർക്കത് വീതിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ശക്തിയും ബലവും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? എൻ്റെ ജനത്തിന് വേണ്ടി നീ ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യം ചെയ്യണം. ഇന്ന് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കൃത്യതയോടെ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ തയ്യാറാണ്. നമ്മളത് ചെയ്യുമെന്ന് ദൈവസന്നിധിയിൽ ഒരു ഉറപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ശക്തനും ധീരനുമായി നിൽക്കുമെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലും വരും. കർത്താവ് വീണ്ടും പറയുകയാണ്, എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തന് ധീരനുമായി നിൽക്കുകയും വേണം. ഞാൻ ഈ വാഗ്ദാനങ്ങളൊക്കെ ജോഷുവ നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതും കൂടെ നീ ഒന്ന് ഓർത്തോണം. ഒന്ന്, എൻ്റെ ദാസനായ മോശ തന്നിട്ടുള്ള കുറച്ച് കൽപ്പനയുണ്ട്, അതെല്ലാം പാലിച്ചിരിക്കണം. അതിൽ നിന്ന് മാറിപ്പോയാൽ പറ്റത്തില്ല. അത് പാലിച്ചുകൊണ്ട് തന്നെ ശക്തനും ധീരനുമായിട്ട് നിൽക്കണം. ഈ കൽപ്പന പാലിക്കാതെ ശക്തനും ധീരനുമായിട്ട് നിൽക്കാൻ നോക്കിയാൽ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വീണ് പോയേക്കും. അതുകൊണ്ട് മോശയിലൂടെ ഞാൻ നിങ്ങൾക്ക് തന്ന കൽപ്പനകൾ നിങ്ങൾ പാലിച്ചിരിക്കണം. വീണ്ടും കർത്താവ് പറയുക, അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കാൻ പാടില്ല. ഒരു തരി പോലും മാറിപ്പോകാൻ പാടില്ല. ആ കൽപ്പനകളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ല, ഒരു മാറ്റവും പാടില്ല. അതനുസരിച്ച് തന്നെ പോകണം.
ആ കൽപ്പന പാലിച്ച് ആ ഇടം വലം തിരിയാൻ പാടില്ലെന്ന് ഒരു കൊച്ചു കാര്യത്തിൽ പോലും മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇന്ന് നമ്മളെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ വാക്യമൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ കൽപ്പന തെറ്റിക്കും, വീണ്ടും പോയിട്ട് അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പറയും, അല്ലെങ്കിൽ നമ്മൾ കുമ്പസാരിക്കും, അല്ലെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയും, വീണ്ടും പോയിട്ട് കൽപ്പന തെറ്റിക്കും, വീണ്ടും പോയിട്ട് നമ്മൾ പ്രാർത്ഥന ഏറ്റു പറയും, കുമ്പസാരിക്കും, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. കാരണം എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്, പലതും ദൈവം പറഞ്ഞും തരുന്നുണ്ട്. കർത്താവ് ജോഷുവോട് പറയുക, ആ കൽപ്പനയിൽ നിന്ന് ഇടം വലം തിരിയാൻ പാടില്ല, അത്ര ശ്രദ്ധയോടെ നീ അത് പാലിച്ച് മുൻപോട്ട് പോകണം. അതിൽ നിന്ന് വ്യതിചലിച്ച നിനക്ക് തന്ന വാഗ്ദാനം എനിക്ക് പാലിക്കാൻ പറ്റത്തില്ലാതെ വരും. വീണ്ടും പറയുക, നിന്റെ ഉദ്യമങ്ങളെല്ലാം നീ വിജയം വരിക്കും. നീ കൽപ്പനകളെല്ലാം പാലിച്ച് ആ കൃത്യതയോടെ പോകുന്നെങ്കിൽ ഉദ്യമങ്ങളെല്ലാം വിജയിക്കും. കുറച്ചു മുമ്പ് കർത്താവ് പറഞ്ഞു, നിന്നെ തോൽപ്പിക്കാൻ ഒരുത്തനും പറ്റത്തില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോഴത്തെ കർത്താവ് പറയുക, കൽപ്പന പാലിച്ചാ നടക്കുന്നതെങ്കിൽ നീ ചെയ്യുന്ന എല്ലാം വിജയത്തിലേക്ക് വരും. നമുക്ക് ഇത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് പറഞ്ഞു നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ ഒരു കാലത്ത് തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ കൈ പിടിച്ച് നടത്തും എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആൾക്കാർ ദൈവം മെസ്സേജ് കൊടുത്തതാ. ദൈവം മെസ്സേജ് അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവ് ഇങ്ങനൊരു മെസ്സേജ് കൂട്ടിച്ചേർക്കുന്നത് പലപ്പോഴും നമുക്ക് ദർശിക്കാനോ കേൾക്കാനോ പറ്റുന്നില്ല. കർത്താവ് പറയും, ഞാൻ നിന്റെ കൈപിടിച്ച് നടത്തും, സന്തോഷമുണ്ട്, കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും, നമുക്കത് സ്വീകരിക്കാം. പക്ഷെ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ കൈപിടിച്ച് നടത്തണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എൻ്റെ കൽപ്പന കൃത്യതയോടെ പാലിച്ച് ജീവിക്കുന്നവരായിരിക്കണം. മാത്രമല്ല കർത്താവ് പറയും, ഇടം വലം വ്യതിചലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലും അതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം വിജയം വരിക്കും, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകും, നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിജയം ഉണ്ടാവും. നമ്മളെല്ലാം പ്രാർത്ഥന എല്ലാം ദൈവം കേൾക്കുകയും അതിനൊരു മറുപടി തരികയും ചെയ്യും. ഇന്ന് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വിജയമായി വരുന്നില്ലാത്തതിന് കാരണം നമ്മൾ ഈ കൽപ്പനകൾ പാലിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉദ്യമങ്ങൾ വിജയത്തിലേക്ക് വരുന്നില്ല, പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. കർത്താവിന്റെ വാക്കുകൾ എത്രയോ ശക്തമാണ്. വീണ്ടും തിരുവനന്തപുരത്തിലേക്ക് വരാം. കർത്താവ് പറയുക, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിൽ ഉണ്ടായിരിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിൽ ഉണ്ടായിരിക്കണം. നമ്മളോട് കർത്താവ് പറയുക, ഈ വചനം എപ്പോഴും അതരത്തിൽ വേണം. ഈ മറ്റവൻ്റെ കുറ്റവും പറയുന്നത്, അപ്പുറത്തെ വീട്ടിലെ കുറ്റവും പറഞ്ഞ്, അവൻ്റെ കുറവും പറഞ്ഞ്, എങ്ങനെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്ക് പറയാൻ നോക്കി, ഇതിനിടയ്ക്ക് കുറേ പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ച് ചാടിത്തുള്ളി ഭയങ്കര ഭക്തിയും കാണിച്ച്, ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. എപ്പോഴും നിന്റെ അതരത്തിൽ ന്യായപ്രമാണ ഗ്രന്ഥം വേണമെന്ന് ജോഷുവയോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് കർത്താവ് പറയും, എപ്പോഴും നമ്മുടെ അതരത്തിൽ ദൈവവചനം വേണം. എന്നോട് ദൈവം സംസാരിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും ഒരു ചിന്ത വേണം. അതരങ്ങളിൽ ദൈവത്തിന്റെ നാമം, ആ വചനം നമുക്ക് വേണം. കൽപ്പനകൾ എപ്പോഴും നമ്മുടെ അതരത്തിലുണ്ടായിരിക്കണം, ഹൃദയത്തിലുണ്ടായിരിക്കണം, ചിന്തയിലുണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് തന്നെ എപ്പോഴും നടക്കുന്നവനായിരിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ജോസഫിനെ പോലെ എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് പറയുന്നവരായിരിക്കണം. ആ ഒരു ജീവിത ശൈലിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. വീണ്ടും കർത്താവ് പറയുക, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. ന്യായ പ്രമാണ നിന്റെ അതരത്തിലുണ്ടായിരിക്കണം, അതെല്ലാം പാലിക്കാൻ വേണ്ടി നീ ശ്രദ്ധിക്കണം. ഇപ്പം നിന്റെ ശ്രദ്ധ എവിടെ പോകേണ്ടത്? കർത്താവ് തന്ന കൽപ്പനകൾ, ന്യായപ്രമാണങ്ങളെല്ലാം പാലിക്കുന്നതായിരിക്കണം നിന്റെ ശ്രദ്ധ. എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നോ അത് പാലിച്ച് ജീവിക്കുന്നതിനായിരിക്കും ശ്രദ്ധ കൊടുക്കേണ്ടത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്കില്ലാത്തതും അത് തന്നെയാണ്. നമ്മളോട് ദൈവം പറയുന്നത് പാലിച്ച് ജീവിക്കാനോ അത് കേൾക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ഒന്നും ഒരു ശ്രദ്ധയില്ല. മറ്റെല്ലാത്തിലും ശ്രദ്ധയുണ്ട്. നമ്മൾ നോമ്പെടുക്കും, നേർച്ച കാഴ്ചകളെടുക്കും, പള്ളികളിൽ പോവും, പ്രാർത്ഥന മീറ്റിംഗ് നടത്തും, എല്ലാം അതിനൊക്കെ ശ്രദ്ധയുണ്ട്.
മറ്റുള്ളവർ ഒരുപാട് ഗുണദോഷിക്കുകയും ചെയ്യും. നിങ്ങൾ നല്ലവണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ആ ധ്യാനത്തിൽ പോകണം, ഇതെല്ലാം പറയും. പക്ഷെ വേണ്ട കാര്യം നമ്മളെടുത്തില്ല. അതർത്ഥം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഏതിന് ശ്രദ്ധ വേണ്ടേ? ദൈവകൽപ്പനകൾ പാലിക്കുകയും ന്യായപ്രമാണ ഗ്രന്ഥത്തിലുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ചുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ ഇതുമായിട്ട്, ഈ വചനത്തിൽ പറഞ്ഞതുമായിട്ടൊന്നും പലപ്പോഴും ഒരു താരതമ്യവും കാണുന്നില്ല. ശരി, നമ്മളെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവില്ലേ നമ്മൾ എന്തുകൊണ്ടാണെന്നറിയാം ആ വഴിക്ക് വരാത്തത്? ഇങ്ങനെയുള്ള വചനങ്ങളൊന്നും നമ്മൾ വായിക്കാറില്ല. നമ്മൾ വായിക്കും, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് കർത്താവോട് ചോദിക്കും, കർത്താവേ എനിക്ക് വീട് വേണം, കാറ് വേണം, നല്ല ജോലി വേണം, മക്കൾ പല രാജ്യങ്ങളിലും പോകണം, അപ്പുറത്തെ വീട്ടിലുള്ളവരെക്കാട്ടിലും വലിയ ഉയർച്ച വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾക്കിഷ്ടമുള്ള വചനവും അത് തന്നെയാണ്. അധ്വാനിക്കുന്നവർ എൻ്റെ അടുത്ത് വരുവേ, ഞാൻ ആശ്വസിപ്പിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അവിടെ ചെല്ലും, കർത്താവിനെ ആശ്വസിപ്പിക്കണമേ. നമ്മൾ വേണ്ട വചനങ്ങൾ മാറ്റിവെച്ച് ചുരുക്കം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് വചനങ്ങൾ എടുക്കും. എന്നിട്ട് നമ്മൾ അതും പിടിച്ച് ജീവിത അവസാനം വരെ യാത്രയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്? ഈ ദൈവത്തെ അറിയാനോ അനുഭവിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇവിടെ ജോഷുവയുടെ കൂടെ കർത്താവ് നടക്കുകയാണ്, മോശയുടെ കൂടെ ദൈവം നടക്കുകയാണ്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്നിട്ട് നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നവരെല്ലാം കൂടെ ദൈവം നടക്കുക, ദൈവിക സാന്നിധ്യം അവർക്കൊക്കെ അനുഭവിക്കാൻ പറ്റുക. നമുക്കിതൊന്നും പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ അവരുടെ പേര് പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയാണ്. എത്രയോ വിരോധാഭാസമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നല്ലേ. എൻ്റെ കർത്താവിൻ്റെ പദ്ധതിക്ക് എന്നെ ഒന്ന് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഈ ജോഷുവയുടെ കൂടെ നടന്ന ദൈവം എന്ത് നമ്മുടെ കൂടെ നടക്കത്തില്ലേ? മോശയുടെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ, അപ്പസ്തോലന്മാരുടെ കൂടെ നടന്ന ദൈവം നമ്മുടെ കൂടെ നടക്കും. ആ ദൈവം അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കും. അവരിലൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിലൂടെയും ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ആ ഒരു ചിന്ത, ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മൾ വേറെ ഒരു വഴിയിലൂടെ പോകും. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് നോക്കിക്കേ, വേറെ ഏതോ വഴിയിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്. ദൈവം തിരുവചനത്തിൽ പറയുന്ന വഴിയിലൂടെ ഒന്നുമല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ വേറെ വളരെ അകന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്രയും വലിയൊരു ദൗത്യം ജോഷുവിനെ ഏൽപ്പിച്ചിട്ടും ദൈവം ജോഷുവോട് പറയുക, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നീ ശക്തനും ധീരനുമായിരിക്കണം. എങ്ങനാ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നവനാണെങ്കിൽ അവനെ ശക്തനും ധീരനും എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും അതരത്തിലും ജീവിതത്തിലും കൊണ്ട് നടക്കാൻ ശ്രദ്ധയുള്ളവനുമാണെങ്കിൽ, പാലിക്കുന്നവനുമാണെങ്കിൽ അവൻ ദൈവരാജ്യത്തെ പ്രതി ശക്തനും ധീരനുമാണെന്ന് പറയും. നമ്മളെപ്പറ്റി കർത്താവ് പറയും, അവൻ ദൈവരാജ്യത്തെ പറ്റി ശക്തൻ പറഞ്ഞ പറയും, അവൻ്റെ പേരേ പറയണ്ട. വെറുതെ കർത്താവിന് നാണക്കേട് ഉണ്ടാക്കണ്ട. അതുകൊണ്ട് കർത്താവ് പറയും അവൻ്റെ പേര് പറയണ്ടെന്ന് പറയും. ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. നമ്മളെപ്പറ്റി കർത്താവ് എന്ത് പറയും? അവൻ ദൈവരാജ്യത്തെ പ്രതി ശക്തനാണ്, ധീരനാണ്. എനിക്കവനെ എൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൗത്യത്തിനായിട്ട് അവനെ ഉപയോഗിക്കാൻ പറ്റും. ഇത് പറയുമ്പോഴാണ് നമ്മളൊക്കെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അർത്ഥത്തിലേക്ക് വരുന്നത്. വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരാം. കർത്താവ് പറയുക, ആ കൽപ്പനകളെക്കുറിച്ച്, ന്യായപ്രമാണങ്ങളെക്കുറിച്ച് നീ രാവും പകലും ധ്യാനിക്കണം. നമ്മളോട് കർത്താവ് പറയുക, ഈ തിരുവചനത്തെക്കുറിച്ച് രാവും പകലും നമ്മൾ ധ്യാനിക്കണം. ഇത് ആദ്യം മുതൽ അവസാനം വരെ ധ്യാനിക്കണം. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് വാക്കെടുത്ത് ധ്യാനിച്ചാൽ പോരാ. ഈ വചനത്തെക്കുറിച്ച് നീ രാവും പകലും ധ്യാനിക്കണം. ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും വചനം ധ്യാനിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പോൾ ആ വചനം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്ക് എങ്ങനെ അത് സാധിക്കരുത്? നമുക്കിപ്പോൾ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വചനം ധ്യാനിക്കാൻ എവിടെയാണ് സമയം? നമുക്ക് കർത്താവ് പറയുക, ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമാണ്. വീണ്ടും കർത്താവ് പറയുക,
അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. എപ്പോഴും വചനം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കും, വിജയം വരിക്കുന്നവനായി മാറും. കർത്താവ് ആദ്യം പറഞ്ഞു നിന്നെ ഒരുത്തരും തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ട് കർത്താവ് പറയുക, നീ ഇതൊക്കെ പാലിച്ച് നടന്നാൽ നീ വിജയം വരിക്കും. നമ്മൾ വിചാരിച്ചിട്ട് കർത്താവ് അവന്റെ കൂടെ നിന്ന് എല്ലാവരെയും അവരുടെ മുമ്പിലും ഇവനെ ജയിപ്പിക്കും. അങ്ങനെ കർത്താവ് പറഞ്ഞെന്നാ. കർത്താവ് പറഞ്ഞു നീ ജയിക്കും. എങ്ങനെ ജയിക്കുന്നത്? കൽപ്പന പാലിച്ച് ദൈവത്തെ മാത്രം ഓർത്ത് ദൈവഹിതത്തിനനുസരിച്ച് വചനം ധ്യാനിച്ച് ജീവിക്കുന്നവനാണോ നീ എല്ലാത്തിലും വിജയം വരിക്കും. കർത്താവ് എത്ര ശക്തമായ പറഞ്ഞിട്ട്, ദൈവമേ ഈ വാക്കുകൾ സ്വീകരിക്കാൻ പറ്റട്ടെ കർത്താവേ. വീണ്ടും കർത്താവ് പറയുക, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഒരിക്കലും ഒരു കാര്യത്തെ ഓർത്തും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവം നമ്മളോടും പറയുക, നമ്മളിൽ പലരുടെയും ജീവിതത്തിലുള്ളതാ ഭയങ്കര ഭയവും പരിഭ്രമവും. ആ കാര്യത്തെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ടെൻഷൻ തീരുന്നില്ല, നമുക്കൊന്നും പരിഭ്രമവും പ്രയാസവും തീരുന്നില്ല. അതാ പറയുക, ഒരുവൻ ദൈവശക്തി ദൈവത്തിന്റെ കീഴിലാണെങ്കിൽ അവൻ ശക്തനും ധീരനുമായിരിക്കണം. അവൻ പരിഭ്രമിക്കുന്നവന് ഭയപ്പെടുന്നവനൊന്നും ദൈവരാജ്യത്തിന് യോജിച്ചവനല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോജിച്ചവനല്ല. വിശ്വാസി എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ബലഹീനനാണ്, പാപിയാണ്, അതുകൊണ്ട് നമ്മുടെ ഈ ജീവിത സാഹചര്യം അങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ബലഹീനതയിലാണ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയി പോവുകയാ, അതുകൊണ്ട് കർത്താവ് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞു പോകുമ്പോൾ കർത്താവ് പറയുക, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ഏത് ജീവിത സാഹചര്യത്തിലൂടെയും പരിഭ്രമിക്കാതെ ഭയപ്പെടാതെ എൻ്റെ കർത്താവ് എന്നെ നടത്തുമെന്ന ശക്തമായ ധീരമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മുമ്പോട്ട് ജീവിക്കുന്നവനെയാ ദൈവത്തിന് വേണ്ടത്. ദൈവം അങ്ങനെയുള്ള ആൾക്കാരെ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.